എന്നെ ഇപ്പൊ ആർക്കും വേണ്ട. പഴയതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഡിപ്രഷനാ. ഇതെല്ലാരെ അറിയിക്കണം, ഇല്ലേ ഞാൻ അറിയിക്കും. അടുത്ത കളി കളിക്കാം. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഇന്നലെ നിന്റെ ഇവിടെ ബീച്ചിൽ മണൽ വാരിക്കൊണ്ടിരുന്ന കൊച്ചേതാടാ? പയറ് അങ്ങ് പറഞ്ഞാ മതി. ഇവന്മാർക്കൊന്നും ഒരു സങ്കടവും ഇല്ലേ? എന്റെ ഓളെ പിടിക്കുന്ന വെച്ച പേരെന്തോന്ന്? ഓറിയ. ഓറിയെ ബിസ്ക്കറ്റ് അത്. ഓ ഇൻഷല ഓറിയ. ഇന്നലെ എന്തോ ഇടപാട്? ബീച്ച് ഡേറ്റ്. മൈൻഡിയടാ പൊട്ടിയോടെ. ട്രൂത്ത് ഓർ ഡെയർ? നോ വൺ കെയർ. എന്തോന്ന്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. ആ ട്രൂത്ത് ഓർ ഡെയർ? പൊന്നി. ഫസ്റ്റ് കിസ് എപ്പോഴായിരുന്നു? ഇല്ലല്ലേ? ജൂലൈ 30, 12, 40. വേറെ വഴിയില്ല. അയ്യേ അതെ. വാട്ട്സ് ദ ടൈം നൗ? സമയത്രായി? വാച്ച് ചത്തിരിക്കുക. ഓ എന്റെ ജീവിതം പോലെ. എന്തോന്ന്? ഒന്നുമില്ലടാ. ഒന്നുമില്ലേ വേണ്ട. ട്രൂത്ത് ഓർ ഡെയർ? അതെ. നിങ്ങളൊക്കെ എന്ത് ഹാപ്പി അല്ലേ? ആടാ, ഇന്റർവ്യൂ പൊട്ടി ജോലിയും കൂലി ഇല്ലാതിരിക്കുമ്പോ ഭയങ്കര ഹാപ്പിയാ. ദൈവമേ, എന്നെയൊക്കെ വലിയ ഡിപ്രഷനും. എന്റെയൊക്കെ വെച്ച് നോക്കുമ്പം നിങ്ങളെയൊക്കെ എന്ത് ചെറുതല്ലേ? എന്ത് പ്രശ്നം? എന്തോ മോനെ നിന്റെ പ്രശ്നം പറ. യെസ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ചോദ്യം. പക്ഷെ പറയരുത്, ഒന്നുകൂടെ നിർബന്ധിക്കട്ടെ. ഒന്നുമില്ലടാ. ഫുഡ് വന്നിട്ടുണ്ടേ, കഴിക്കാം. പൊട്ടിക്ക് അങ്ങോട്ട് വിശക്കുന്നു. എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിക്കും. പടാ കഴിക്കാം. ഇപ്പൊ പോയി കഴിച്ചാൽ എനിക്ക് ഡിപ്രഷൻ ഇല്ലാത്തവന്മാര് കരുതും. വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഇപ്പൊ കഴിച്ചാൽ എനിക്കൊന്നും ഇറങ്ങൂല. എന്നാ നീ പിന്നെ ഓർഡർ ചെയ്ത് കഴിച്ചോ, ഞങ്ങൾ കഴിച്ചോളാം. ഇവന്മാർക്ക് ഒരു കൂട്ടുകാരന്മാരാണ്. അപ്പൊ ഒന്നിടും. ഇവന്മാർക്കൊന്നും ഡിപ്രഷന്റെ വില അറിഞ്ഞൂടാ. അന്ന് ഡേറ്റിന് വിട്ടെല്ലാം നടന്ന ഞങ്ങള് ബീച്ച് മൊത്തം നടന്നു. മണ്ടൻ. ഒന്ന് മൈൻഡ് ആക്കടാ. എന്തടാ? ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട, അറിയോ? അറിഞ്ഞൂടാ, നമ്മളിതുവരെ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ. ബിലാലേ, ഒരുത്ത തൊണ്ടകൊട്ടി രാമായണം വായിക്കുമ്പോഴല്ല അടുത്തിരുന്ന് ബാലരമ വായിക്കേണ്ടത്. രാമായണമൊക്കെ വായിക്കൂടാ നീ? എടാ, എനിക്ക് ഒരു കുന്നു പ്രശ്നമുണ്ട്. ഞങ്ങള് ചോദിച്ചല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. അന്ന് പ്രശ്നം ചോദിച്ചോടനെ പറയാൻ പറ്റുമോ? നിർബന്ധിക്കണം. നിർബന്ധിക്കാനാ? ഇതെന്തോന്ന് ഞങ്ങളുടെ പ്രശ്നം? എടാ, ഞാൻ ഡിപ്രഷനിലായി, കോമയിലായി പോയ എന്റെ വീട്ടുകാർക്ക് ആരുണ്ടാ? നീ ഇങ്ങ വന്നേ. നീ വാ ഇവിടെ കിടപ്പാ. നടക്കടത്താ ലൈറ്റ് ഓഫ്. ഒന്നുമില്ല കേട്ടോ. ഇനി പറ, എന്തോ നിന്റെ പ്രശ്നം? പുറത്തിറങ്ങിയപ്പോ ഞാൻ ഒരാളെ നോക്കി ചിരിച്ചേ, പക്ഷെ അയാള് തിരിച്ച് ചിരിച്ചില്ല. ചിരിച്ചില്ലെന്ന് പറഞ്ഞ ഡിപ്രഷൻ ആവൂ? ഇത് കേട്ടാട്ടെ എനിക്ക് ഡിപ്രഷനായി. നമുക്കൊന്നും ഒരു കഴിവില്ലല്ലേ മച്ച? എനിക്കുണ്ട് മച്ച. എന്താ മച്ച? ഈ കോക്ക് തീർന്നാലും ഞാൻ ഉള്ളതുപോലെ കുടിക്കും. ഇതാ കണ്ടോ, കഴിവ് തന്നെ മച്ച. നമുക്ക് വല്ല കഴിവുണ്ടായിരുന്നേ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുവോ മച്ച? നമ്മുടെ സെബാസ്റ്റ്യന് രണ്ടാമത്തെ കൊച്ചായി മച്ച. അത് കഴിവ് മച്ച. അതൊക്കെ ഒരു കഴിവാണോ മച്ച? പിന്നെ അല്ലേ? അല്ല, അത് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടുള്ളല്ലേ മച്ച? അല്ല മച്ച, അവനായ കാലത്ത് ജോലി വാങ്ങിച്ച് പെണ്ണ് കെട്ടിയോണ്ടാണല്ലോ അവന് കൊച്ചുണ്ടായേ. അപ്പൊ അത് കഴിവല്ലേ മച്ച? അങ്ങനെ നോക്കിയത് കഴിവാ മച്ച. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെ കഴിവുകൾ കണ്ടുപിടിച്ചിട്ടില്ല മച്ച. ഞാൻ ചെറുതായിട്ട് പാടും മച്ച. എന്നൊന്ന് പാടേ മച്ച. മച്ച മച്ച വേണ്ട മച്ച, അടിയിട്ട് മച്ച, നല്ല പ്ലച്ചിന് കിട്ടും മച്ച. ഇത് കഴിവാന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ കളഞ്ഞോ മച്ച. സിറാമൊക്കെ ഇങ്ങനെ മച്ച അയാള് പാടും, അല്ലാണ്ട് കരയുമല്ല. എന്താ മച്ചൊരു ഡിസ്കഷൻസ്? അല്ല, നമ്മുടെ ഗ്രൂപ്പിലെ കഴിവുകളെ പറ്റി സംസാരിച്ചോണ്ടിരുന്നേ. അനാവശ്യ കാര്യങ്ങളെ പറ്റി ഗ്രൂപ്പിൽ ചർച്ച വേണ്ട മച്ച. ഇല്ല മച്ച, ഇല്ല. അതായിരിക്കും നല്ലത് മച്ച. മച്ച അഭിനയിക്കുമായിരുന്നു? അതേ മച്ച. എങ്ങനെയുണ്ട് മച്ച? കൊള്ളാം മച്ച, കൊള്ളാം. അപ്പൊ എനിക്ക് അഭിനയത്തിലൊരു കഴിവില്ലേ? ഇത് അഭിനയല്ല മച്ച, അല്പത്തരം. മച്ച, എനിക്കൊരു കഴിവുണ്ട് മച്ച. എന്താ മച്ച അത്? ഞാൻ നടന്മാരെയൊക്കെ അനുഗ്രഹിക്കും. നടന്മാരെ മച്ച എവിടെ പോയി അനുഗ്രഹിക്കാൻ? ലൊക്കേഷനില്ല. അല്ല മച്ച, ഈ സൗണ്ട്. മച്ച അത് അനുകരിക്കും. അപ്പൊ പ്രവീൺ മച്ചൻ ആദ്യമായിട്ട് ആരെയാണ് അനുഗ്രഹിക്കുന്നത്? പൃഥ്വിരാജ്. കമോൺ മച്ച, കമോൺ. കാണിക്കും മച്ച. അതാ എന്റെ ഈ സ്റ്റൈലല്ലേ. ഫിലിപ്പിന്റെ പഴം എങ്ങനെയുണ്ട് മച്ച? ഫിലിപ്പിന്റെ തൊലി
മച്ചാ പൃഥ്വിരാജൊക്കെ ഇങ്ങനെയാ ചിരിക്കുന്നേ. മച്ച പൃഥ്വിരാജ് ഇതിട്ട ചിരിക്കൂല, ചീത്ത വിളിക്കും. മച്ച പൃഥ്വിരാജ് ഒക്കെ വേറെ ഏതോ പൃഥ്വിരാജിനെ കാണിച്ചില്ല മച്ച. മച്ച ദൈവം അനുഗ്രഹിച്ചിട്ട് പോലും മച്ചാനെ അനുകരിക്കാനുള്ള കഴിവില്ല മച്ച. നമുക്കിത് വേണ്ട മച്ച. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിട്ടണമായിരുന്നു മച്ച. എന്തേലും എനിക്കുണ്ട് മച്ച, എന്ത് മച്ച? ദാരിദ്ര്യം. അതെല്ലാവർക്കും ഉണ്ട് മച്ച. നമുക്കൊന്ന് ഷട്ടിൽ കളിച്ചാലോ മച്ച? മച്ച കളിച്ച് തീർക്കാനുള്ളതാണോ മച്ച നമ്മുടെ ജീവിതം? കളിക്കാൻ അറിയോ മച്ച? ഇല്ല മച്ച, അതിനുള്ള കഴിവ് ഇല്ല മച്ച നമുക്ക്. അതിങ്ങനെ പറഞ്ഞു നടക്കാതെ മച്ച. ദേവിയേ, ഒരു കഴിവില്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ജനിക്കുവോ മച്ച? നമ്മൾ ജനിച്ചില്ലേ മച്ചാ മനുഷ്യരായിട്ട് ഇവിടെ? സൂപ്പർ മച്ച. പൃഥ്വിരാജ് പറഞ്ഞാ പിന്നെ അപ്പീലില്ല മച്ച. കഴിവ് പോട്ടെ മച്ച, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചോ മച്ച? മച്ചാന്റെ ഒക്കെ കൂടെ കൂടി കുറെ ചീത്ത പഠിച്ച് ഇപ്പൊ വാ തുറന്ന അതൊക്കെയാ വരുന്ന മച്ച. ഇപ്പൊ മച്ചാന്ന് വിളിച്ച് വിളിച്ച് അച്ഛനെ വരെ ഇപ്പൊ മച്ചാന്നാ വിളിക്കുന്നേ. ഓ കഷ്ടം മച്ച. പറ മച്ച. അച്ഛാ ഞാൻ എത്തി, മുക്കിലവളവെത്തി. എത്താറായി. കള്ളം പറയാനൊരു കഴിവുണ്ട്. അത് ജന്മനുള്ള കഴിവില്ലേ മച്ച? വെറുതെ ഇരിക്കേണ്ട സമയല്ലേ മച്ച ഇവര് കളിച്ച് കളയുന്നത്. ആ അപ്പൂപ്പന്റെ നല്ല പ്രായമൊക്കെ കളിച്ച് കളയുവോ മച്ചാ? സംസാരിച്ച് സംസാരിച്ച് നേരെ ഉരുട്ടി മച്ച. വീട്ടിൽ പോവാം. ഞാനിന്ന് അവനെ പ്രപ്പോസ് ചെയ്യുമ്പോ അവൻ എന്തായാലും ഷോക്കാവുമായിരിക്കും അല്ലേ? ഷോക്ക് ആവൂന്ന. ഷോക്ക് മാറാൻ ഈ കായലെടുത്ത് ചാടൂന്ന എന്റെ സംശയം. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ സഞ്ജൂട്ടാ? അയ്യോ നീ ഒന്നും ചെയ്യണ്ട, ഞാനൊരു ഉപമ പറഞ്ഞതാ. അങ്ങനെയാണ് കുഴപ്പമില്ല. ഞാൻ സുന്ദരിയല്ലേ ജോ? നീ ആണ് സുന്ദരി. നിന്നെ പോലെ സുന്ദരിയായിട്ടൊരു പെണ്ണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ നിന്റെ ലൈനോ? അവളും സുന്ദരി. അതെന്തോ ഞാനാണോ അവളാണോ സുന്ദരി? നീയാണ് സുന്ദരി, അവളോട് പറയല്ലേ. ഞാൻ പറയും. എന്റെ സംശയം ഇനി അവൻ എന്നോട് വന്ന് ഐ ലവ് യു എന്ന് പറയുന്ന ഞാൻ ഇതിനോട് ചാടിക്കറി പറയണോടാ? എടി നീ പ്രപ്പോസ് ചെയ്ത റിജക്ട് ചെയ്യുന്ന ഏതെങ്കിലും ആമ്പിള്ളാരുണ്ടാ? സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്ക്. അതെന്തോ ഉപമ പറഞ്ഞതാ മല്ലയ്യ. ഉപമേച്ചിരി കൂടുന്നുണ്ട് സഞ്ജു. എനിക്കുറപ്പാ അവൻ ഇവളെ ഇഷ്ടമാന്ന് പറയും. അവനെ വെച്ച് നോക്കുമ്പോ ഇവള് ലോട്ടറി അല്ലാടാ, ലോട്ടറി. ഇതെല്ലാം എനിക്ക് അറിയാം, എന്നാലും നിങ്ങൾ പറയുമ്പോ ഒരു സുഖം. ആദ്യമായിട്ടല്ലേ നീ ഒരുത്തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? പിന്നെ എത്ര പേരെന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാ? ഐ ഡോണ്ട് ലൈക്ക് ബട്ട് ഐ ലൈക്ക് ഹിം. ദാ വരുന്നു കേരള സംസ്ഥാന ബായ്ക്കുറി ഒന്നാം സമ്മാനം. ഹലോ, ഹായ്. എന്താ കാണണമെന്ന് പറഞ്ഞേ? ഓ അവനൊന്നും അറിയത്തില്ലടാ. അല്ല എന്താണ് എനിക്ക് മനസ്സിലായില്ല. ബേസിക്കലി അല്ല ആക്ച്വലി നീ പറയുന്നു. എനിക്കാണ് ഭാസ്കർ, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. നമുക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാന്ന്. പിന്നെ അവളൊരു സ്റ്റെപ്പ് ആദ്യം എടുത്ത് വെച്ചെന്നേ ഉള്ളു. ഭാസ്കർ ഇവരുണ്ടെന്ന് പറഞ്ഞ് നാണിക്കൊന്നും വേണ്ട, ഇഷ്ടമാന്ന് പറഞ്ഞോളൂ. ആക്ച്വലി ശ്രീലക്ഷ്മി. ശ്രീമതി. ശ്രീ എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയൊന്നും തന്റെ അടുത്ത് തോന്നിയിട്ടില്ല. വാട്ട് ഡിഡ് ഹി സെഡ്? എന്താ ബ്രോ പറഞ്ഞേ? ബ്രോ എനിക്ക് ഇവിടെ ഇഷ്ടമല്ലെന്ന്. എത്ര പേരാ അവളുടെ പുറകെ നടക്കുന്നതെന്ന് അറിയോ എനക്ക്? അവര് നടന്നോട്ടെ ബ്രോ, ഞാൻ നടന്നില്ലല്ലോ. ഭാസ്കർ, ആർ യു സീരിയസ്? ഭാസ്കർ ഇസ് ഓൾവേസ് സീരിയസ്. നിനക്ക് ലൈൻ ഉണ്ടോടാ? നോ. സാമ്പത്തിക പ്രശ്നം? നോ. ഗേ ആണോടാ? നോ. പിന്നെ എന്താ നിനക്ക് അവളെ പ്രേമിച്ചാല്? ബ്രോ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ബ്രോ എന്റെ ലൈഫിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്. പഠിക്കണം, കുടുംബം നോക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ബ്രോ. ബ്രോ എത്ര മണിക്കാ പഠിക്കാൻ ഇരിക്കുന്നത്? 6:30. 6:29 വരെ പ്രേമിച്ചൂടെ? ഒന്ന് പോടെ ഇറക്കാം അവിടുന്ന്. അവന്റെ പ്രേമം. അവൻ ഗേ ആടാ, കൺഫേം. വന്നിടം തൊട്ട് അവൻ എന്നെയാണ് നോക്കുന്നത്. ഞാൻ സുന്ദരി അല്ല അല്ലേ? ആണ്, നീയാണ് സുന്ദരി. അല്ല, അതുകൊണ്ടല്ലേ അവനെ റിജക്ട് ചെയ്തേ? അതല്ല, അവന്റെ ടേസ്റ്റ് ചിലപ്പം വേറെ ആയിരിക്കും. എന്ത്? എടി അതായത് ഇപ്പം ആണുങ്ങളെ നിങ്ങളുടെ അടുത്തൊന്ന് ഇഷ്ടമെന്ന് പറയുമ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യൂലേ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂലേ? അത് കണക്കിത് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നോ, ഐ കാണ്ട്. കരയല്ലേ സുന്ദരി? എന്ത് ചെയ്യുവാ? ഞാൻ അവളെ വിളിച്ച് ബ്രേക്കപ്പ് പറയാൻ പോവാ. എന്തിന്? എന്നിട്ട് ഞാൻ നിന്നെ അങ്ങ് പ്രേമിക്കും. മാഡ്ലി. സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കല്ലേ ജോ. ഇത്ര മനസ്സിന് വിശാലത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറെ ഉണ്ടാക്കല്ലേ പൊന്നി. ഓ കൈതട്ടിയതാ. അവസാനിപ്പിക്കണം. അതിന് നീ എന്തോ തുടങ്ങിയത് ജീവിതത്തിൽ? ടൈം പാസിന് തുടങ്ങിയ പ്രേമ അവള് ഒരു സീരിയസ് ആയി. അപ്പൊ കെട്ടണം. നിന്റെ അപ്പം കെട്ടും പോടാ പറ്റി. എനിക്കൊന്നും വയ്യ. നീ അവളൊക്കെ ഒന്ന് പിടിച്ച രണ്ടുപേരും പിടിക്കടാ, നല്ലോണം പിടിക്കും. നീ അവളെ കെട്ടുന്നത് തന്നെയാണോ? എടാ നിനക്കൊക്കെ പെണ്ണുള്ളതിന്റെ അഹങ്കാരം ഇല്ലാത്തവരെ അതിന്റെ വശം പറയത്തുള്ളൂ പട്ടി. എടാ ഞാനത് ടൈം പാസിനല്ലേടാ തുടങ്ങിയത്. നീയൊക്കെ ടൈം പാസിന് പ്രേമിക്കുന്ന, ഞാനൊക്കെ ടൈം പാസിന് ചായ കുടിക്കാറാണ് പതിവ്. നീ എന്തോ ചെയ്യുന്നത്? ഞാൻ സിനിമയ്ക്ക് പോവും. നീയാ? അതൊന്നും പറയാൻ കൊള്ളത്തില്ല. എടാ ഞാനൊരു കുട്ടികളിക്ക് പ്രേമിച്ച് ടൈം പാസ് ചെയ്തല്ലേ ഉള്ളൂ. നിന്നെ പോലുള്ള ആഭാസന്മാരെ കാരണം അവിടെ ആത്മാർത്ഥ പ്രണയമുള്ള ആൺപിള്ളേരെ പെൺപിള്ളേര് മനസ്സിലാക്കാനാ പോകുന്നത്. മലരെ അവൻ എന്തേലും കാണിക്കട്ടെ, നമ്മളെന്തിനാ ഈ രോക്ഷം കൊള്ളുന്നേ? ഓക്കെ,
എന്നാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ തേക്കാം, നീ എടുത്തോ. ഞാൻ എടുക്കും. അശി അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്താണ്? അല്ല, അവൻ പ്രേമിച്ച പെണ്ണെ നീ പ്രേമിക്കാൻ പോകും. അവൻ പ്രേമിച്ചില്ലേ, എനിക്ക് അവനെ അറിയാലോ, കുഴപ്പമില്ല. ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് പിന്നെ തേച്ചിട്ട് ഈ മൊണ്ണെ പ്രേമിക്കണം. സിമ്പിൾ. ഫ്രണ്ട്ഷിപ്പടാ, ഒരു ഐഡിയ ഉണ്ട്. എന്താ? കൂട്ടത്തിൽ ഒരു പിഴ അവളെ റോങ് ആയിട്ട് നോക്കണം, പക്ഷെ ഇവൻ പ്രതികരിക്കരുത്. നൗ ഇറ്റ്സ് മേക്ക് സെൻസ്. ആ പക്ഷെ കൂട്ടത്തിൽ ഒരു പിഴ വേണ്ടേ? ഞാൻ തറവാട്ടി പറഞ്ഞേടാ. നീ ഇപ്പൊ എന്താ മെസ്സേജ് ഒന്നും അയക്കാത്ത? വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റോങ് നോട്ട് നോക്കവളെ. അപ്പൊ നീ ചുമ്മാ നോക്കിയാ മതിയൊന്ന്. ഇങ്ങനെ നടന്നു വിളിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ എപ്പോഴും സംസാരിക്കണ്ട അങ്ങനെ. ഇവെന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അവന്റെ ഫ്രണ്ട് അല്ലേ, അവൻ നോക്കട്ടെ. നീ എന്താ പ്രതികരിക്കാത്തെ? ഞാൻ ഇങ്ങനത്തെ ടൈപ്പാ. എന്താണ് നോക്കുന്ന? അത് കണ്ണുണ്ടായോണ്ട് നോക്കുന്നു. നീ റോങ് ആയിട്ട് നോക്കുന്ന എന്തിന്? നമ്മള് കുടുംബപരമായിട്ട് ഇച്ചിരി റോങ് സൈഡാ. എന്താ ഉണ്ടായ ഗൗരി? പ്രശ്നം പറഞ്ഞാ നീ അങ്ങ് തീർത്ത് തരുമോ? എന്താടാ പ്രശ്നം? എന്താടാ? അളി എന്റെ കണ്ണിച്ച് പൊടിയണം, അതിന്റെ പെണ്ണെന്തൊക്കെയാ എന്നെ പറയുന്നു. അതൊന്നും അല്ല, അവനെ ശരിക്കും മോശമായിട്ടാ നോക്കിയേ. എന്റെ ഫ്രണ്ട്സ് ആരും അത്ര മോശക്കാരന്മാരല്ല. എടാ നീ എന്തൊരു ബോയ് ഫ്രണ്ട് ആടാ, അവൻ ഇവിടെ റോങ് ആയിട്ട് നോക്കിന്ന്. റോങ്, ദിസ് ഇസ് റോങ്. ഇവനുള്ള കൺസേൺ പോലും നിനക്കില്ലാത്തത് എന്താ? എന്റെ ഇത്രയൊക്കെ ഉള്ളു, വേണമെങ്കിൽ അവനെ അങ്ങ് പ്രേമിക്കും. ഹോ, നിന്റെ പോക്കങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ദേ, എന്നെ കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ഇവന്റെ വീട്ടിൽ പോയി ആത്മഹത്യ. എന്റെ വീടാ, നിന്റെ വീട്ടിൽ കാര്യമില്ലേ? നിനക്കല്ലേ എന്നോട് ഇച്ചിരി കെയറിങ് കൂടുതൽ. എന്നാ നിനക്ക് അവനെ പ്രേമിച്ചൂടെ? നീ പോടാ. മോളു, നമ്മളിത് ടൈം പാസിനല്ലേ തുടങ്ങിയ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലല്ലേ? പന്നി. എന്താ ഇങ്ങനൊക്കെ? ഐ ഗോട്ട് ബ്രേക്കപ്പ്. നൈസ് ഫിനിഷ്. ആയെന്ന് എത്ര മാസം കളിയാ? 4 മാസം ആയെന്ന്. 4 മാസം ഗർഭിണിയായിരുന്നു അവൾ. ഗർഭിണിയല്ല, 4 മാസം റിലേഷൻ ആയിരുന്നെന്ന്. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ആദ്യത്തെ ബ്രേക്കപ്പാ. ആഘോഷിക്കാം. അയ്യോ കഞ്ചാവൻ. ആഘോഷമില്ല, ആശംസ മാത്രം. എന്നെ രാവിലെ ഉറക്കം എണീപ്പിക്കുന്ന അവളായിരുന്നു. ഇനി അലാറം വെച്ചാൽ മതി, സമയത്തിന് എണീക്കാം. എന്നോട് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറയുന്നത് അവളായിരുന്നു. ഓ, ഇനി വിശക്കുമ്പോ തന്നെ കഴിച്ചോളൂ കളിയാ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എന്നാലും അവളിങ്ങനെ കാണിക്കും. സ്വപ്നത്തിൽ പോയിട്ട് ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല അളിയ. നീ നോക്കിക്കോളയാ, അവളെ കെട്ടാൻ പോന്നവൻ തെണ്ടി, നാറി, ചെറ്റ, പരനാറി, കഞ്ചാവ്, MDMA, കല്ല്. വേറെ വേറെ എനിക്ക് ഇത്ര അറിയാവുള്ളൂ, വേണേ അവിടെ ചോദിര്. വേണ്ട, ഇതെല്ലാം അടിച്ചടക്കുന്ന ഒരു ഫ്രോഡ് ആയിരിക്കും അളിയാ. അയ്യോ, സാറ് കെട്ടണമെന്നല്ല പറഞ്ഞത്. സുബിനെ, നീ തളരരുത്. അവളെ ഞാൻ കെട്ടട്ടെ. അതെന്തിന്? അതാവുമ്പോ എന്റെ വീട്ടിൽ വന്ന് നിനക്ക് എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ അവളെ. നല്ല ഐഡിയ, അതാകുമ്പോ നമുക്കും കാണാമല്ലോ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജയ്സ? അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. ഇത് അവസര പുറത്ത്. ഓടാ, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താ. ഇവന്റെ ഡിപ്രഷൻ കാരണം ഞാൻ പാന്റ് പോലും ഊരിട്ടില്ല. ആന്ധ്ര, നീ പാന്റ് ഊരി അവന്റെ ഡിപ്രഷൻ നിന്റെ പാന്റോട് ഊരി പോകും. കഞ്ചാവ പറഞ്ഞതെങ്കിലും പറഞ്ഞത് പോയിന്റ്. നീ എന്തിനാ ഓവറാക്കുന്നത്? ഓവറോ? ഞാനോ? ഓ, ഇത് തന്നെ ഓവറല്ലേ? ഓവറാ ഓവറാ. ഓവർ ആക്കൂടാ. നിനക്കൊന്നും ബ്രേക്കപ്പിന്റെ വേദന അറിഞ്ഞൂടാ. ഇതുവരെ ഒരു പെണ്ണു പോലും പ്രേമിക്കാത്ത നിനക്കെങ്ങനെ വേദന അറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇവനറിയാലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയ നെഞ്ചത്ത് കല്ല് വെച്ച വേദനയാണ്. അങ്ങനെയാണോടാ? അത്രയ്ക്കൊന്നും ഇല്ല. അത് നാളെ ആവുമ്പോ കല്ല് വരും. സെറ്റ്, നാളെ കല്ല് വരുമെന്ന്. കല്ലല്ല കഞ്ചാവേ, ചങ്ക് പൊട്ടുന്ന വിഷമം വരുമെന്ന്. സുബിനെ, every breakup is a wake up and is the Is the remaining loneliness of the night is the darkest face of the 50 Shades of Grey. Have you watched it? Every breakup is a break. Take a break. Have a Kit Kat. എന്ത്? ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. എന്തോ പറഞ്ഞേ? എന്തുന്നാ പറഞ്ഞത്? അടിച്ച് ഡാ, പെണ്ണുള്ളവനെ ബ്രേക്കപ്പ് ഉള്ളൂ. നമുക്കൊന്നും അതില്ല. അതുകൊണ്ട് നീ അതിൽ അഭിമാനിക്കും. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ് വരൂ.
ചിലപ്പോ നീ അവളെ കെട്ടും, ചിലപ്പോ ഡിവേഴ്സ് ആവും. അപ്പൊ ഞാൻ കെട്ടോളിയാ? യവ ആരടാ ബ്രേക്കപ്പ് ആയിരിക്കുന്നവനെ പിന്നെ ഡിപ്രഷൻ ആക്കാൻ നോക്കുന്ന? ഒന്ന് പോടാ നീ വാളിയ. നിനക്കൊരു ശാസ്ത്രീയ വശമുണ്ട്. നമുക്ക് അഴലിന്റെ ആഴങ്ങളിട്ട് ആഴത്തി കരയാം. എന്ത് കൊത്തി കഴിച്ചോന്ന്? രാവണപ്പഴം. രാവണപ്രഭു? രാവണപ്പഴം അതെന്ത് പഴം അത്? അതൊരു ഫ്രൂട്ടാ. അത് എന്ത് ഫ്രൂട്ട്? ചക്ക. ഓ, ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കാം. അല്ല, ഇത് ഏത് കാലഘട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് എന്ത് ഈ പാട്ട്? വർഷമൊന്നും നോക്കിയില്ല, ഇങ്ങ് തൂക്കി. ഡാ മോനെ പുച്ചിക്കല്ലേ, ഈ പാട്ട് കേട്ടെടുത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിയോണ്ടൊരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ. വിളിച്ചിറക്കിയത് നീയാണേലും കയറ്റിയത് എന്റെ വീട്ടിലാ. എന്തോ ആ കാലത്ത് ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നു. എടാ നെടുമങ്ങാടി ചെങ്ങായി വിഷ്ണു പോപ്സെ നാറി, യവന്റെ പഴയ FB യിലെ ഭയം എന്ന് പറഞ്ഞടാ. നെടുമങ്ങാടുകാരൻ ചങ്ക് #, മൈ ലൈഫ് മൈ റൂൾസ്. ഇങ്ങോട്ട് ഫോളോ അടിച്ചാ തിരിച്ചു അടിക്കും. പിന്നെയും #, പവർ പവർ പവറ് 3 പവറ് മുപ്പവർ. നിങ്ങൾക്ക് ഇത്രയും ഓർമ്മയുണ്ടെങ്കിൽ ആ കാലത്ത് ഞാനും ഉണ്ട്. യവനെ ഓർമ്മയുണ്ട? അണ്ണാ അണ്ണാ വാസു അണ്ണാ എല്ലാ വീട്ടിലും പട്ടാസ്. ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മിപ്പിച്ചുതരാം. സൂര്യണ്ണന് ഇഷ്ടാണോ? ഓ, ഉയരാണ്. ഉയരാണ്. അണ്ണൻ സൂപ്പറാണ്, പക്ഷെ ഞങ്ങൾ വിജയ് ഫാനാണ്. ഇപ്പോഴുണ്ട് ഉള്ളിലെ കണ്ണാപ്പി. അണ്ണൻ ഋഷികൻ. എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടം മനോഹരമായിരുന്നു. സത്യം. പ്രശ്നങ്ങളില്ല, സങ്കടങ്ങളില്ല, കാമുകിയില്ല. അതിപ്പോഴും ഇല്ല. ചോദിച്ചാടാ കുക്കിരിക്കണ്ണ? ചോദിച്ചാ ഞാൻ നിന്നോട്? ഞാൻ ഒരു ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. സ്പ്ലെൻഡർ എടുക്ക്. അതാകുമ്പോ നല്ല മൈലേജും കിട്ടും. സ്പ്ലെൻഡറാ. ഞാൻ ബൈക്കിൽ പോകുമ്പോ പെമ്പിള്ളാര് വീഴണം. ചെന്ന് വെച്ച് ഇടിച്ചു കൊടു, എന്നാലേ വീഴത്തോളൂ. ഇനി അങ്ങനെയൊക്കെ വീഴു. അല്ലെങ്കിൽ 29 കഴിഞ്ഞ ആമ്പിള്ളേർക്കൊന്നും ഒരു ഡിമാൻഡ് ഇല്ലറോ. ആരും പറഞ്ഞു? ഇന്നലെ ഞാൻ ബസ്സിൽ കയറിയപ്പോ ഒരു കിളി പോലത്തെ പെണ്ണ് എന്റെ അടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്ത് ചിരിക്കുകയും ചെയ്തു. അയ്യോ, മാമന്മാരുടെ അടുത്ത് പെമ്പിള്ളേര് വന്ന് ഇരിക്കും, സേഫ് ആണല്ലോ. അപ്പൊ അത് കരുണയായിരുന്നു. നമ്മുടെ യൗവനമൊക്കെ തീർന്നു. തീർന്നിട്ടൊന്നുമില്ല അളിയ. ഇന്നലെ ഒരു പെങ്കൊച്ചു വന്നിട്ടെ, ഞാനിത് സ്കൂളിലാ പഠിക്കുന്നത്, ഞാനങ്ങ് ചൂളിപ്പോയി. ഓ, ചൂളി പോണ ഒരു കോലം. നിന്റെ മോനേത് സ്കൂളിലാ പഠിക്കുന്നതെന്നായിരിക്കും ചോദിച്ചത്. ഗായ്സ്, ആർ യു സീരിയസ്? എന്നെ കണ്ട അത്രയും പ്രായം തോന്നിക്കോ? നിന്നെ മാത്രമല്ല, നമ്മളെ എല്ലാരെയും നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. പണ്ട് 25 വയസ്സുള്ള ഒരു ചേട്ടനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ 25 വയസ്സുള്ള ചേട്ടൻ. ഇപ്പൊ എല്ലാവർക്കും 30 സിംഗിളിൽ നിന്ന് അങ്കിളിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞില്ല, ബംബ്ലിന്നൊരു മെസ്സേജ്. എന്താ അങ്കിളെന്നാ? ആർ യു സിംഗിൾ എന്ന്? അങ്കിളെന്നാ നമ്മള് കേട്ടാ. എന്നാ ഞാൻ നിന്റെ അമ്മയെ കെട്ടാടി പൊട്ടി. എവിടെ പോന്നു? സൺസ്ക്രീൻ ഇട. ഇനി അതിന്റെ ഉറവൂടെ ഉള്ളു. നമുക്കും തേച്ചാലോ?